നമ്മുടെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് സോനം വാങ്ചുങ്ങിനെ ബലപ്രയോഗത്തിൽ അറസ്റ്റ് ചെയ്തു, ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതിലൂടെ CJPക്കാണ് ഗുണമായിട്ടുള്ളത്. എന്താണെന്നല്ലേ നമുക്കത് ചെക്ക് ചെയ്യാം. അതിനു മുൻപായി ഡൽഹി പോലീസിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഡൽഹി പോലീസ് പറഞ്ഞിട്ടുള്ളത് സം സെഗ്മെന്റ് ഫ്രം മീഡിയ ഹാസ് മെൻഷൻഡ് സ്പൊറാഡിക് യൂസ് ഓഫ് വയലൻസ് ഓർ ഡിറ്റൻഷൻസ് അറ്റ് ജന്തർ മന്ദിർ ബൈ ഡൽഹി പോലീസ്. ഡൽഹി പോലീസ് ജന്തർ മന്ദിറിൽ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ തരത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ ആളുകളെ തടവിലൊക്കെ ആക്കുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ചില മീഡിയാസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻഫോം ചെയ്യുകയാണ്, അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തത് പ്രൊഫഷണലി ആണ്. അത് മാത്രമല്ല എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു അപേക്ഷയാണ്. അതായത് ആരും ഇങ്ങനെയുള്ള റൂമേഴ്സിലോ അല്ലെങ്കിൽ മിസ്ഗിവിങ്സിലൊന്നും പോയി വീഴാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ എല്ലാവരും സഹായിക്കണം. എന്തിനു വേണ്ടി? ഡൽഹി പോലീസിനെ സഹായിക്കണം. മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് പബ്ലിക് ഓർഡർ ഇൻ ദ സൈറ്റ്. ആ സ്ഥലത്ത് പീസ് ആൻഡ് പബ്ലിക് ഓർഡർ നിലനിർത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണം എന്നൊരു കാര്യമാണ് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഡൽഹി പോലീസ് പറഞ്ഞിട്ടുണ്ട്, ഡൽഹി പോലീസ് ലാത്തിയോ അല്ലെങ്കിൽ ടിയർ ഗ്യാസോ അങ്ങനെയുള്ള യാതൊരു സംഭവവും ഈ പ്രൊട്ടസ്റ്റേഴ്സിന് നേരെ ഉപയോഗിച്ചിട്ടില്ല എന്ന പച്ച കള്ളം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ പൊളിക്കാം. അതിനു മുൻപായി ഈ സോനം വാങ്ചുങ്ങിനെ പോലീസ് ബലപ്രയോഗത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയത് കൊണ്ട് CJPക്ക് എന്താണ് ഗുണം എന്നല്ലേ? ഗുണമുണ്ട്. മിനിയാന്ന് സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ഉടൻ തന്നെ ആ ഒരു ജന്തർ മന്ദിറിൽ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. പല ഭാഗത്തു നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പല സപ്പോർട്ടുകൾ കൂടിയിട്ടാണുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ 9 മണിക്ക് ജന്തർ മന്ദിറിലെ ഒരു കാഴ്ച കാണാം. വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ജന്തർ മന്ദിറിലുള്ളത്. ഇത് 9 മണിക്ക് കാഴ്ചയാണ്. എന്നാൽ 12 മണിക്ക് മറ്റൊരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ആദ്യം കാണാം. ഈ കാണുന്ന കോക്രോച്ചുകൾ എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ്. ഇവിടെ എത്തിച്ചേരാതെ പല സ്ഥലങ്ങളിലും ഡൽഹി പോലീസ് അടക്കം പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് വരുന്ന ആളുകളെ പല വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവർ വരുന്ന വഴിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹി പോലീസും മറ്റു പോലീസ് പേഴ്സണൽസും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ എത്തിച്ചേർന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട് ഇപ്പോൾ ഡൽഹിയുടെ പല ഭാഗത്തായിട്ടും. അവരൊക്കെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് വരുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് തോക്കൊക്കെ ആയിട്ട്, അതായത് പോയിന്റ് ചെയ്തിട്ട്, അതായത് തോക്കൊക്കെ ആയിട്ട് പോലീസിന് വരാം. പക്ഷെ എന്തിനാണ് ഇവർക്ക് നേരെ പോയിന്റ് ചെയ്തിട്ട് നിൽക്കുന്നത്? അവർ തീവ്രവാദികളാണോ? ഒരിക്കലുമല്ല. ദേ ആർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസും അവരുടെ പാരന്റ്സ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വിഷ്വൽസ് കാണാം. അതിനു മുൻപായി ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് പ്രതിഷേധം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണോ? തീർച്ചയായും ആണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 30 ദിവസമായി ഇവർ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന യാതൊരു തരത്തിലുള്ള വയലൻസും ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതിന്റെ ഇടയിൽ ചില സംഘികൾ കയറി വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അതൊഴിച്ച് അവിടെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള ഒരു വയലൻസോ വേറെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല CJP ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജന്തർ മന്ദിറിൽ നിന്നും പാർലമെന്റിലേക്കുള്ള റാലിയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. അതായത് ഡ്രസ് അതിൽ ക്യാരി ഓൺലി വൺ ഫ്ലാഗ്, ഒറ്റ ഫ്ലാഗേ എടുക്കാൻ പാടുള്ളൂ. ദേശീയ പതാക അത് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷന്റെ ഫ്ലാഗുകളൊന്നും എടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ പറയുന്നത് ഇത് അപൊളിറ്റിക്കൽ ആണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് ഇന്ത്യയിലെ സ്റ്റുഡൻസ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഫ്ലാഗ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ക്യാരി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അവർ ഐക്കൺസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പിയോ അല്ലെങ്കിൽ ബാപ്പുവിന്റെ പിക്ചർ, അതുപോലെ ബാബാ സാഹിബ് അല്ലെങ്കിൽ ഭഗത് സിംഗ്, ഇവരുടെ ഒക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കാം.
അതുപോലെ റൈസ് ഓൺലി പോസിറ്റീവ് സ്ലോഗൻസ് മാത്രം എന്ത് ചെയ്യുക, ഇവിടെ റൈസ് ചെയ്യുക, അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോഗൻസ് ഒന്നും പറയാൻ പാടില്ല. അത് പറഞ്ഞിട്ടുണ്ട് ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ റെക്കോർഡ് എവ്രിതിങ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്റ്റേ പീസ്ഫുൾ ആൻഡ് നോൺ വയലന്റ്, വയലൻസ് ഉണ്ടാവാൻ പാടില്ല, പീസ്ഫുൾ ആയിട്ട് വേണം, സമാധാനപരമായിട്ട് വേണം ഇത് നടത്താൻ വേണ്ടി. അതായത് വി ആർ കോക്രോച്ച്, വി സർവൈവ് എവ്രിതിങ്, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ വിൽ നോട്ട് റൈസ് അവർ ഹാൻഡ്സ്, നമ്മുടെ കൈ പൊക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡു നോട്ട് ഷോ അപ്പ് ഹംഗ്രി, അതായത് റെവല്യൂഷണറി റിക്വയർ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഫുഡ് കഴിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡു നോട്ട് ഫോർഗോട്ട് ക്യാപ്പ് അല്ലെങ്കിൽ ദുപ്പട്ട എടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്പോ അല്ലെങ്കിൽ ദുപ്പട്ട എടുക്കണം, കാരണം ജൂലൈ ഒക്കെയാണ്, അപ്പോൾ നല്ല തരത്തിലുള്ള സൂര്യന്റെ ഒരു ഇതുണ്ടാവും, അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊക്കെ യൂസ് ചെയ്യണം. ഡോണ്ട് സ്റ്റേ സൈലന്റ് ഓൺ മിസ്റ്റർ, അതായത് റിപ്പോർട്ട് ഇറ്റ് ടു സോഷ്യൽ മീഡിയ ആൻഡ് ദ പോലീസ്, വൺ ഓഫ് ദം മേ ആക്ച്വലി റെസ്പോൺസ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പാടില്ല, അത് റിയാക്ട് ചെയ്യണം, ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലോ അതുപോലെ പോലീസിനെയും അറിയിക്കണം, റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഡോണ്ട് കം അലോൺ ഇഫ് യു ക്യാൻ ഹെൽപ്പ് ഇറ്റ്, അതായത് നെയ്ബേഴ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ പറ്റുവാണെങ്കിൽ കൂട്ടണം എന്നാണ് പറഞ്ഞത്. ഡോണ്ട് മിസ്യൂസ് ദ ഫ്ലാഗ്, ഇമ്പോർട്ടന്റ് വൺ, അതായത് ഇവരെ ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്ന ആളുകൾക്കൊക്കെയുള്ള മറുപടിയാണ് അത്. അതായത് നമ്മുടെ ഫ്ലാഗ്, അതിനൊരു ഫ്ലാഗ് കോഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പതാക, ദേശീയ പതാക താഴ്ത്തി വെക്കരുത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇടാൻ പാടില്ല. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ഫ്ലാഗ് കോഡ് എക്സിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലാഗ് പോസ്റ്റ് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യണം എന്നും കൂടി ഇവർ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത്. അതായത് അത്രയും അധികം പീസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടന്നത്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഡൽഹി പോലീസ് പറയുന്നത് പോലെ ലാത്തി ഉപയോഗിച്ചിട്ടുണ്ടോ, ലാത്തി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വിഷ്വൽസ് കാണാം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് പോലീസ് ലാത്തി ഉപയോഗിക്കുന്നത്. ഇനി ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട് ഡൽഹി പോലീസ്. ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ടോ, കാണാം. Tear gas shells have just been fired here. In front of us, you can see there's still smoke. We're a little far away from this, but Ritesh, please stay away from the tear gas. And we are just showing you in that direction. We're a few hundred meters away from the parliament. We're going to go away so we can still keep reporting, but these right in front of the LIC office, and these tear gas shells were fired. കണ്ടല്ലേ, ടിയർ ഗ്യാസ് ഡൽഹി പോലീസ് ഉപയോഗിച്ചില്ല. ഈ ഒരു വീഡിയോ അല്ല, ഇതിനു മുൻപും ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഗോദി മീഡിയ എന്ന് പറഞ്ഞിട്ട് കുറെ മീഡിയാസ് ഉണ്ട്. എന്തിന് കൊള്ളാം ഇവറ്റകളൊക്കെ. ഇവറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു മിനിയാന്ന് സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ സർക്കാരിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ വന്നിട്ട് കുറച്ച് റിപ്പോർട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ അവന്മാരെ ആ വൈക്ക് കണ്ടിട്ടില്ല. അതുപോലെ പ്രൊട്ടസ്റ്റുമായിട്ട് വരുന്നത് ഇന്ത്യയിലെ യൂത്ത് ആണ്, ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണ്, അവരുടെ പാരന്റ്സ് ആണ്. അതായത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല എക്സാമിലും കോൺട്രവേഴ്സീസ് വന്നുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കാനും അതിന്റെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ കൃത്യമായ രീതിയിൽ വരുത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന പ്രൊട്ടസ്റ്റ് ആണ്. അവർക്ക് നേരെ പോലീസ് എന്തിന്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്റ്റാഫ് എന്ന് തന്നെ പറയാം, ഇവരെന്തിന് ഗണ്ണ് പോയിന്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആ വീഡിയോ കാണാം. കണ്ടില്ലേ, വല്ല തീവ്രവാദിയോ അങ്ങനെ എന്തോ വരുന്നത് പോലെയാണ് അവർ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നത്. അവർ ആ സ്റ്റുഡൻസിന് നേരെ വെടിവെക്കുമോ? അതുപോലെ അവിടുന്ന് വന്നിട്ടുള്ള ഒരു മറ്റൊരു റിപ്പോർട്ടാണ്, അവിടുത്തെ ആ ഒരു ഏരിയയിലെ ഇന്റർനെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. അതുപോലെ
അഭിജിത് ദീപകിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് കൃത്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അഭിജിത് ദീപകിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അത് സംഭവം നടന്നിട്ടില്ല, അത് ഒരു റൂമർ മാത്രമായിരുന്നു. അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് 2005 മൻമോഹൻ സിംഗ് ഒരു ബ്ലാക്ക് ഫ്ലാഗ്, അതായത് കറുത്ത കൊടി JNUവിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റ്, അതായത് അദ്ദേഹത്തിന്റെ എക്കണോമിക് പോളിസിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു കറുത്ത കൊടി അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു JNU സ്റ്റുഡൻസ്. അത് വലിയ തരത്തിലുള്ള ഒരു ന്യൂസ് ആവുകയും അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റുഡൻസിന് നേരെ നോട്ടീസ് അയച്ചു. ഓക്കെ, അതിനുശേഷം വെരി നെക്സ്റ്റ് ഡേ, അതിന്റെ അടുത്ത ദിവസം തന്നെ മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, ആ ഒരു അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞു, ഒരു കാരണവശാലും ആ പ്രൊട്ടസ്റ്റ് ചെയ്ത സ്റ്റുഡൻസിനെതിരെ യാതൊരു ആക്ഷനും എടുക്കാൻ പാടില്ല. കാരണം ആ സ്റ്റുഡൻസിന്റെ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, അങ്ങനെയും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. കാരണം അതായത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊക്കെ കാര്യത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 10ഓളം പ്രൊട്ടസ്റ്റ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കെൻ ബെത്വ, അതുപോലെ ഗുജറാത്ത് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് പല പ്രൊട്ടസ്റ്റും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ സർക്കാരിന് ഇടപെടേണ്ട കാര്യമില്ല. അതിലൊന്നും ഒരു ഡിസ്കഷനും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ അതിന്റെ വഴിയിൽ നടക്കും, ഗവൺമെന്റിന്റെ വഴിയിൽ നടക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഈ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിനെ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ച് വിടുന്നത്. എന്നാൽ അവരിപ്പോൾ ചെയ്യുന്നതോ, ജനങ്ങൾ അവിടുന്ന് സമരം ചെയ്യുക. ഇവിടെ ജന്തർ മന്ദറിൽ 30 ദിവസമായി സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, നോ റെസ്പോൺസ്. അതുപോലെ പലയിടത്തുമായിട്ട് പല പ്രൊട്ടസ്റ്റ് നടക്കുന്നു, അതിനൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല. ഇപ്പോൾ തന്നെ ഇന്നലെ കെൻ ബെത്വ നടത്തിയിട്ടുള്ള ട്രൈബൽസ് ആണ് അവിടെ സമരം നടത്തിയിട്ടുള്ളത്. ആ ട്രൈബൽസിനെ ഇതുപോലെ ജന്തർ മന്ദറിൽ അടിച്ചോടിക്കുന്നത് പോലെ അവിടെയും ഇന്നലെ അടിച്ചോടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് റൈറ്റ്. അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല. പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അടിച്ചു തകർക്കും. പിന്നെ കുറെ സംഘികൾ വന്നിട്ട് പറയും ചെയ്യുന്നത് തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണ്, അങ്ങനെയൊക്കെ പറയും. അതായത് ഇപ്പോഴത്തെ പുതിയൊരു ടേമാണ്. അതായത് രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പം നടക്കുമ്പോൾ, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് ശരിയാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ്.